കുഞ്ഞിനെ നോക്കുന്നതിനായി ദേവാലയത്തിൽ പോയ യഹൂദ വംശജൻ 44-ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിച്ച വാർത്ത ശ്രദ്ധേയമാകുന്നു. മാഡ്രിഡിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസെ കോബോയിൽ നിന്ന് ഹാവിയർ എന്ന വ്യക്തിയാണ് തൻ്റെ 44-ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിച്ചത്. ദീർഘകാലത്തെ വിചിന്തനത്തിനും പരിവർത്തനത്തിനും ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം. അവരുടെ മൂത്ത മകൻ ഗോൺസാലോയുടെ ആദ്യ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ചായിരുന്നു ഹാവിയറിൻ്റെയും മാമോദീസ. ഒരു സ്പാനിഷ് കത്തോലിക്കിൻ്റെയും ജർമ്മൻ യഹൂദ സ്ത്രീയുടെയും മകനായി ജനിച്ച ഹാവിയർ വളർന്നു വന്നത് കത്തോലിക്ക വിരുദ്ധ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു. 2010 ഹാവിയർ കത്തോലിക്കയായ ക്രിസ്റ്റീനയെ കണ്ടുമുട്ടുന്നത്. കത്തോലിക്ക സഭയുടെ മിശ്രവിവാഹത്തിനുള്ള ക്രമപ്രകാരമാണ് അവർ വിവാഹിതരായതെങ്കിലും മൂത്ത മകൻ്റെ ആദ്യ കുർബാന സ്വീകരണം വരെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്റ്റീന വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയിരുന്നില്ല. കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തുന്നതിൻ്റെ ഭാഗമായി ക്രിസ്റ്റീന ഹാവിയറിനെയും തങ്ങളുടെ 3 മക്കളെയും കൂട്ടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായി ദേവാലയത്തിൽ പോയി തുടങ്ങി. അങ്ങനെ ഏറ്റവും ഇളയ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഹാവിയറും സ്ഥിരമായി ദേവാലയത്തിൽ പോകേണ്ടി വന്നു. ഒരു ദിവസം മാഡ്രിഡിനടുത്തുള്ള അവർ ലേഡി ഓഫ് കാർമൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആരോ ആലിംഗനം ചെയ്യുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഹൃദയത്തിൽ രഹസ്യമായി ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം ചൊരിയണമേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീവ്രമായ പ്രാർത്ഥന. തുടർച്ചയായി പങ്കെടുക്കേണ്ടി വന്നതിനാൽ പരിശുദ്ധ കുർബാനയിലെ പല പ്രാർത്ഥനകളും അദ്ദേഹം പഠിച്ചെടുക്കുകയും കത്തോലിക്ക സഭയോട് അദ്ദേഹത്തിന് ഒരു ആകർഷണം തോന്നുകയും ചെയ്തു. 2023 ഒരു വൈദികനോട് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചു. ശാന്തമായി വിചിന്തനം ചെയ്യാനും കാത്തിരിക്കാനുമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച മറുപടി. ഇതിനിടയിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കുന്നത് എങ്ങനെയെന്നുമുള്ള ചെറുപ്പം മുതലുള്ള സംശയങ്ങൾക്ക് ഹാവിയർ ഉത്തരം കണ്ടെത്തുകയും അങ്ങനെ ഏറെ കാത്തിരിപ്പിന് ഒടുവിൽ ഇപ്പോൾ മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു.